സുഹൃത്തുക്കളെ, പശ്ചാത്തലം ക്ലിയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ നമ്മുടെ പറശ്ശിനിക്കടവ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബോട്ട് യാത്രയാണ്. പറശ്ശിനിക്കടവ് എന്ന മാട്ടൂലേക്കുള്ള ഒരു ബോട്ട് യാത്ര, 1.5 മണിക്കൂറുള്ള യാത്ര. ഇത് മൊത്തത്തിലുള്ള ഒരു സമയമാണ്. രാവിലെ 9:30 പറശ്ശിനി ടു മാട്ടൂല്, പിന്നെ വൈകുന്നേരം 5:15 പറശ്ശിനി ടു വളവട്ടണം. അപ്പം നമ്മളിപ്പോൾ പറശ്ശിനി ടു മാട്ടൂലുള്ള 9:30 ഇതിനാണ് പോകുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കും പറശ്ശിനിയിൽ നിന്ന് മാട്ടൂലേക്കുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഈ രാവിലെ 9 മണിക്ക് അരമണിക്കൂറുള്ള ഒരു ബോട്ട് യാത്ര കൂടിയുണ്ട്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 10 പേരുണ്ടെങ്കിൽ 20 രൂപക്ക്, അതായത് 200 രൂപക്ക് അരമണിക്കൂറോളം നമുക്ക് ബോട്ട് യാത്ര ആസ്വദിക്കാം. ഇല്ല, ഞാൻ മാട്ടൂലേക്കില്ലേ. ഈ അരമണിക്കൂർ സർവീസുള്ള, അരമണിക്കൂറിന് പോയി ഇതുള്ള ബോട്ട് ഇതാണ്. 20 രൂപ ടിക്കറ്റ്. 10 പേര് കൂടുതൽ എത്ര പേർക്കും ഇതിൽ പോവാം. നല്ല സെറ്റപ്പാണ്. മുകളിലിരിക്കാം. പക്ഷെ നമ്മളെ ബോട്ട് എത്തിയിട്ടില്ല. എനിക്കൊന്ന് ഇതുവരെ റൗണ്ട് പോയി വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ മാട്ടൂലേക്ക് പോകുന്നത്. ഞാൻ ആദ്യമായി പോയ ബോട്ട് ഈ ഒരു സെറ്റപ്പൊന്നുമില്ല. അത് സാധാരണഗതിയിലുള്ള ഒരു ബോട്ടായിരുന്നു ആദ്യം ഒക്കെ ഞാൻ യാത്ര പോയത്. കുറേ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് പറശ്ശിനിയിൽ നിന്ന് മാട്ടൂലേക്ക് പോയിട്ടുണ്ട് മുന്നേ. ഇത് നല്ല ലക്ഷറി സെറ്റപ്പാണ്. ഇതൊക്കെ ഇപ്പം ഉദ്ഘാടനം ഈ അടുത്ത് കഴിഞ്ഞതാണ്. നല്ല ഫുൾ സെറ്റപ്പാണ്. ഇതാ എൻ്റെ ബോട്ട് വരുന്നുണ്ട്. അല്ല കേട്ടോ, നമ്മുടെ സർവീസിങ് ബോട്ട് ആ പഴയ തന്നെയാണ്. അതങ്ങ് ദൂരേന്ന് വരുന്നുണ്ട്. ഇത് ഓൺലി അരമണിക്കൂർ ട്രാവലിങ്ങിൻ്റെ ബോട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അതാ നമ്മുടെ സർവീസിങ് ബോട്ട് അങ്ങനെ വരുന്നുണ്ട് 9:30. സാർ അതെവിടുന്ന വരുന്ന ബോട്ട്? അങ്ങനെ അതല്ല നമ്മളെ മാട്ടൂലേക്ക് പോകുന്ന ബോട്ട്. തന്നെ. അപ്പം ഇത് മറ്റേ ഈ 10 പേരുള്ള സവാരിക്ക് മാത്രമില്ല അല്ലേ? അതെല്ലാ സമയവും ഓടുന്നുണ്ടോ? അതായത് നമ്മൾ കണ്ട ഈ ബോട്ടില്ലേ? സാർ ഒന്ന് പറയാം ഈ ബോട്ടിനെ കുറിച്ചിട്ട്. നമ്മളെ റോയൽ ടൂറിസം സൊസൈറ്റിന്റെ ഒരു സ്ഥാപനം, മയ്യിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ഇതിപ്പോ ഒരു ഡേ പാക്കേജ് ആയിട്ട് കൊടുക്കുന്ന വണ്ടിയാണ്. ഡേ പാക്കേജ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. എത്രയാണ് വരുന്നത്? 20 പേർക്ക് 20,000 രൂപ. അതിൽ രാവിലെ ചായ, ഒരു കടി ഉണ്ടാവും. ഉച്ചക്ക് ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം. ബിരിയാണി ഫുൾ AC ആണ്. പാട്ട് പാടാം, പാട്ട് കേൾക്കാം, എല്ലാ സെറ്റപ്പും. 20 പേർക്ക് നമുക്ക് ഇതിൽ പോവാം. ഒരാൾക്ക് 1,000 രൂപ തോതിൽ ഫുള്ളായിട്ട് വരുന്നല്ലേ? എല്ലാ സൗകര്യവും ഉണ്ടല്ലേ? ഓക്കെ. ഇത് DTPC ആയിട്ട് സാറിന് നിങ്ങൾ സൊസൈറ്റി ആയിട്ട് ചെയ്യണം. ഓക്കെ. നമ്മുടെ ബോട്ട് അത് അങ്ങനെ പറന്ന് വരുന്നുണ്ട്. എനിക്കൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അരമണിക്കൂറിൽ 20 ആ ബോട്ടിനായിരിക്കും. ഈ ബോട്ടിൻ്റെ ചാർജ് ഞാൻ സാറോട് ചോദിക്കാം, ഇതിൻ്റെ ചാർജ് എങ്ങനെയാണെന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ ബോട്ടിന് 15 മിനിറ്റിന് 50 രൂപയാണ് ഈ ബോട്ടിൻ്റെ സർവീസ് ചാർജ്. നേരത്തെ ഉള്ളത് 20 രൂപക്ക് അരമണിക്കൂറുള്ളത് നമ്മുടെ മറ്റേ ബോട്ടാണ്, യാത്രാ ബോട്ട്. ഇതൊരു ഈ സൊസൈറ്റിൻ്റെ അണ്ടറിലുള്ള ബോട്ട് സർവീസാണ്. അതിൻ്റെതായ സീറ്റിംഗ് ഞാൻ പറഞ്ഞത് ലക്ഷറി സീറ്റിംഗ് ആണ്. ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു, എല്ലാം കൂടി നമ്മുടെ സർവീസിന് ഇതുപോലത്തെ പുതിയ ബോട്ടായിപ്പോയോ എന്നുള്ളത്. അപ്പം അല്ല, സർവീസിങ്ങിൻ്റെ സാധനം അങ്ങനെ കുതിച്ച് വരുന്നുണ്ട് നമ്മളെ. അത് ആ ഒരു ബോട്ട് ആണ് ദിവസം 9 മണിക്ക് സർവീസ് ഉള്ളത്. അരമണിക്കൂർ കറക്കം 20 രൂപ. അത് 9 മണിക്ക് പോയി 9:30 ഇവിടെ എത്തിയിട്ടാണ് നമ്മൾ മാട്ടൂലേക്കുള്ള യാത്ര പോകുന്നത്. ഇതിപ്പം പുറപ്പെടാൻ തയ്യാറായിട്ടുണ്ട്. ഇതിപ്പം 10 പേരുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും 10 പേർ ആരൊക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് ഇവർ ഈ ഒരു ബോട്ട് ഇവിടുന്ന് വിടുന്നതാണ്. ഫുൾ AC സിസ്റ്റമാണ്, ഫുൾ സെറ്റപ്പാണ്.
ചേട്ടാ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കോട്ടെ, ഒന്ന് പോകുന്നില്ല. ഇത് ജസ്റ്റ് നമുക്കൊന്ന് കയറി അതിൻ്റെ ഉള്ളൊന്ന് സുഹൃത്തുക്കൾ കാണിച്ചു തരാം ആ സെറ്റപ്പ്. ഇത് ഫുൾ ലക്ഷറി സെറ്റപ്പ് തന്നെയാണ്. മുകളിൽ ബാൽക്കണിയൊക്കെ ഉണ്ട്. ഫുൾ സെറ്റപ്പ് തന്നെ. 15 മിനിറ്റിന് 50 രൂപ ഈ ഒരു ബോട്ടിൽ. നമ്മുടെ ബോട്ട് അടുത്തടുത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ട് യാത്ര അനുഭവങ്ങളിലേക്ക് പോവാം. എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ബോട്ട് വിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മളെ മലബാറുകാർക്ക് നല്ല പ്രയോജനപ്പെടുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതൊക്കെ. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകൾക്ക് നമ്മുടെ ബോട്ട് ഇത് അടുത്തടുത്ത് വരികയാണ്. നമ്മുടെ മാട്ടൂൽ ബോട്ട് ആകിയ നിൽക്കാ ഞാനും വരുന്നത്. നമ്മൾ ബോട്ട് എടുക്കാറായി. ഇതിപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ യാത്രക്കാരനായിട്ട്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്ക് സുഖമായിട്ട് നമുക്കൊക്കെ ഒരു ഫാമിലിയായിട്ട് ചെറിയൊരു പൈസക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണിത്. ആർക്കും അത് അറിയത്തില്ല. ഒരു ദിവസം നമ്മൾ നേരത്തെ കണ്ട പ്രൈവറ്റിന് കുറച്ച് പൈസ അധികമാണെങ്കിലും അതിൻ്റേതായ സൗകര്യം അവിടെയുണ്ട്. ഇതാണെങ്കിൽ അത്രക്കും സുഖമായിട്ട് ഒരു 1.5 മണിക്കൂർ നമുക്ക് പോകണമെന്നില്ല. നമുക്ക് ഈ പോകുന്ന വഴിയിൽ കുറേ സ്റ്റോപ്പുണ്ട്. നമുക്ക് ബസ്സിന് ഇവിടെ എത്തിയിട്ട് തിരിച്ചു പോകുന്ന വഴി മാട്ട് പോകുന്നതിന് പകരം വളവട്ടണ സ്റ്റോപ്പുണ്ട്, അവിടെയും നമുക്ക് ഇറങ്ങാം. ഇതാ ബോട്ട് എടുത്തു. ടിക്കറ്റ് ചാർജ് ഞാൻ ചോദിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ മറ്റേ ബോട്ട് അവിടെ സൈഡാക്കിട്ടോ. വെറും ആ ഒരു 15 മിനിറ്റിന് 50 രൂപ നഷ്ടം തന്നെയാണ്. അതിനൊക്കെ അടുത്ത് രാവിലെ 9 മണിക്ക്, അത് എല്ലാവരും നോട്ട് ചെയ്യുക. 9 മണിക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ ഈ നമ്മൾ ഈ സർക്കാർ ബോർഡിന് 1/2 മണിക്കൂർ നമുക്കൊരു കിട്ടില്ല യാത്ര ചെയ്യാം. മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ഇത്. ചെറിയൊരു ദ്വീപ് കാണുന്നുണ്ട്.
കാണുന്ന സ്ഥലമാണ് ബംഗ്ലാദേശ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ആൾ താമസമില്ല. ഇതിൻ്റെ അപ്പുറം മറ്റൊരു ദ്വീപുണ്ട്. ഇത് പാമ്പുരത്ത് ദ്വീപ്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒരുപാട് ദ്വീപുണ്ട്. ഇത് വേറെ ഒന്ന് നമ്മൾ നടുക്കൊന്ന് വേറെ ഒന്ന് കാണുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ദ്വീപിലാണ് എൻ്റെ ചെമ്മീൻ കെട്ട്. പക്ഷെ അവിടെ തെങ്ങൊന്നുമില്ല. അവിടെ എൻ്റെ ഏരിയ കൃഷി ചെയ്യുന്ന കെട്ടാണ്. സാർ ഇന്ന് എത്ര സ്റ്റോപ്പുള്ള അടുത്ത് പാമ്പുരുത്തി അല്ലേ? മാങ്കടവ് കഴിഞ്ഞ് അടുത്ത പാമ്പുരുത്തി ദ്വീപിലേക്കാണ് നമ്മുടെ സ്റ്റോപ്പ്. ഒന്നും പറയാനില്ല ചങ്ങായിമാരെ, കിട്ടുക അനുഭവം. 30 രൂപക്ക് നല്ല കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം. വൈകുന്നേരത്തെ അങ്ങോട്ടേക്കുള്ള യാത്ര ചെയ്യാൻ എനിക്കൊന്ന് ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. ഇതാണെങ്കിൽ നല്ല ലൈറ്റിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ സൂര്യൻ കിഴക്കിലുകൊണ്ട് രാവിലെ തന്നെ നല്ല ലൈറ്റിംഗ് ഉണ്ട്.
ചങ്ങായിമാരെ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണല്ലോ. ഞാൻ എൻ്റെ കെട്ടിലെ വീഡിയോയിലൊക്കെ ഞാൻ കാര്യം പറഞ്ഞതല്ലേ, അതിൽ കൂടുതലായിട്ടുള്ളൊരു പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളവട്ടണത്തിൻ്റെ പാലത്തിൻ്റെ പരിസരവും മറ്റുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പിന്നെ കുഞ്ഞുമംഗൽ ഏരിയ ഉണ്ട്, തലശ്ശേരി ഏരിയ ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ വളവട്ടണം എത്താനായി. നമ്മുടെ 4ാമത്തെ സ്റ്റോപ്പ് വളവട്ടണം. ഇതാണ് വളവട്ടണം പാലം. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഏരിയയാണ് വളവട്ടണം. ഒരു കാലത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മരവ്യവസായം ഉണ്ടായ ഒരു സ്ഥലമാണ് വളവട്ടണം പുഴയും പരിസരവും. വെസ്റ്റേൺ ഇന്ത്യ ഫ്ലൈവുഡ് ഏഷ്യയിൽ തന്നെ ഒരു കാലത്ത് ഏറ്റവും വലുതായിരുന്നു. കൂടാതെ കപ്പൽ പൊളിക്കുന്ന അഴീക്കൽ സിൽക്സ്, ഇതൊക്കെ വളവട്ടണം പുഴയുടെ കൈവഴിയാണ്. നമ്മുടെ ഈ മാട്ടൂൽ, നമ്മുടെ ഈ ബോട്ടിൻ്റെ അവസാന അഴിമുഖത്തിൻ്റെ അടുത്താണ് സിൽക്സ് വരുന്നത്. അവർ മിന്നായം പോലെ കാണിക്കാം. വെസ്റ്റേൺ ഇന്ത്യൻ്റെ ഭാഗം ഇവിടുന്ന് കാണിക്കാം. അവർ കമ്പനി ഉള്ളിലാണ്, പക്ഷെ അതിൻ്റെ ഒരു ഏരിയ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് പറശ്ശിനിക്കടവെന്ന് ഉള്ള മാട്ടൂലേക്ക് പോകാണ്ടുള്ള ഇവിടെയുള്ള സർവീസ് ആണെങ്കിൽ നമ്മൾ ബസ്സിന് പറശ്ശിനിക്കടവ് വന്ന് അവിടെ നിന്ന് ഇപ്പോൾ വളവട്ടണം വരെയുള്ള ബസ്സിന് ഇവിടെ വന്നിറങ്ങിയാൽ ഇവിടുന്ന് നമുക്ക് ബസ് ഫെസിലിറ്റി കിട്ടും. ധാരാളം പരുന്നുകളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ അവസാനം വരെ പോകുന്ന മാട്ടൂരിൽ പോയി കഴിഞ്ഞാൽ മാട്ടൂന്ന് എനിക്ക് അവിടുന്ന് പഴയങ്ങാടിയിൽ നിന്ന് ചെറുകുന്നിലേക്ക് ബസ് കിട്ടും. ചങ്ങാതിമാരെ, പറശ്ശിനിക്കടവിൽ നിന്ന് മാട്ടൂരിലേക്കുള്ള നമ്മുടെ ഈ ബോട്ട് യാത്ര 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. പറശ്ശിനിക്കടവിൽ നിന്ന് വളവട്ടണം പാലം വരെയുള്ള കാഴ്ചകളാണല്ലോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ വളവട്ടണം പാലത്തിൽ നിന്ന് മാട്ടൂൽ വരെയുള്ള കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.